ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ക്രാഫ്റ്റ് വണ്ടേഴ്സ്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് നമ്മുടെ മൊബൈലും അതുപോലെ തന്നെ കുറച്ച് പൈസ ഒക്കെ ഇട്ടാക്കാൻ പറ്റും ഒരു ചെറിയ ബാഗ്, അതായത് ഇതിനെ നമുക്ക് സെൽഫോൺ ബാഗ് എന്നും അതുപോലെ തന്നെ ക്രോസ് ബാഗ് എന്നൊക്കെ പറയും. അങ്ങനത്തെ ഒരു ബാഗ് എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകുന്നത്. ഇത് വളരെ സിമ്പിളാണ്, ഈസി ആയിട്ട് എല്ലാവർക്കും ഇത് ഉണ്ടാക്കാൻ പറ്റും. നമുക്ക് നമ്മുടെ ബാക്കി വന്ന തുണികൾ, അതായത് ടൈലറിങ് ഷോപ്പിൽ നിന്നൊക്കെ നമുക്ക് കളക്ട് ചെയ്തിട്ട് നമുക്ക് ആ തുണികളൊക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ ബാഗ് ഉണ്ടാക്കാൻ പറ്റും. ഈസിയാണ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഈ ബാഗ് ഉണ്ടാക്കാനായിട്ടുള്ള നമുക്ക് വേണ്ടത് മെയിനായിട്ട് 2 ക്ലോത്താണ്. അതുപോലെ തന്നെ അതിൻ്റെ ലൈനിങ് കൂടി വേണം. ഇതിൻ്റെ മെഷർമെൻറ്റ് പറഞ്ഞു തരാം. മെഷർമെൻറ്റ് നമുക്ക് ഒരു ക്ലോത്ത് 57 സെൻറ്റിമീറ്റർ ഇൻറ്റു 19 സെൻറ്റിമീറ്ററും ഒരു ക്ലോത്ത് നമുക്ക് 31 സെൻറ്റിമീറ്റർ ഇൻറ്റു 13 സെൻറ്റിമീറ്ററും വേണം. ഇത് നമുക്ക് ലൈനിങ്ങും ഈ സെയിം അളവിൽ തന്നെ നമുക്ക് എടുക്കണം. മെഷർമെൻറ്റ് എടുത്തതിന് ശേഷം നമുക്ക് ക്യാൻവാസ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ക്യാൻവാസ് ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, പക്ഷേ ക്യാൻവാസ് നമ്മളതിൽ അറ്റാച്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ബാഗ് നല്ല കറക്റ്റായിട്ട് നിൽക്കും. അപ്പോൾ ക്യാൻവാസ് അറ്റാച്ച് ചെയ്യുന്നത് നല്ലതാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ക്യാൻവാസ് എടുത്തു കഴിഞ്ഞാൽ ക്യാൻവാസിൻ്റെ ഒരു സൈഡിൽ ഒരു ഗ്ലൂ ഉണ്ടായിരിക്കും. ആ ഭാഗം വെച്ചിട്ട് നമ്മൾ തുണിയുടെ മുകളിലായിട്ട് നന്നായിട്ടൊന്ന് അയൺ ചെയ്ത് കൊടുക്കാം. അപ്പോൾ മെയിനായിട്ടുള്ള 2 ക്ലോത്തിൽ നമ്മൾ അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. ലൈനിങ് ക്ലോത്തിൽ അറ്റാച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്ക് നോക്കിയാൽ അറിയാൻ പറ്റും, നന്നായിട്ട് ഈ തുണി നല്ല കട്ടിയായിട്ട് വരും. അപ്പോൾ നമുക്ക് ബാഗൊക്കെ നല്ല ഭംഗിയിൽ കറക്റ്റായിട്ട് നിൽക്കാനൊക്കെ നമുക്ക് ഈ ക്യാൻവാസ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ്. അപ്പോൾ മെയിനായിട്ട് 2 ക്ലോത്തിലാണ് അറ്റാച്ച് ചെയ്യേണ്ടത്, ലൈനിങ് ക്ലോത്തിൽ അറ്റാച്ച് ചെയ്യേണ്ട. ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാം. അതിനായിട്ട് നമ്മൾ വലിയ ക്ലോത്ത് എടുത്തിട്ട് ഇതുപോലെ നടുമടക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് അതിൻ്റെ സെൻറ്റർ ഭാഗത്തൊന്ന് അടയാളിട്ട് കൊടുക്കുക. അതുപോലെ തന്നെ ആ ചെറിയ ക്ലോത്ത് എടുക്കുക. ഈ വീഡിയോയിൽ കാണുന്ന പോലെ ചെറിയ ക്ലോത്ത് എടുത്തിട്ട് അതിൻ്റെ നടുഭാഗവും മടക്കി കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ സെൻറ്റർ ഭാഗത്തൊന്ന് അടയാളിട്ട് കൊടുക്കുക ഇതുപോലെ. എന്നിട്ട് രണ്ടും കൂടി വെച്ച് നമ്മൾ സ്റ്റിച്ച് ചെയ്യണം. ഇതുപോലെ മറിച്ചിട്ടിട്ട് ഈ സെൻറ്റർ കറക്റ്റ് വെച്ചതിന് ശേഷം നമുക്ക് ഈ ഒരു ഭാഗം നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇനി ഇതേ സെയിം തന്നെ നമുക്ക് ലൈനിങ്ങും കൂടി ഇതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. നമ്മൾ എങ്ങനെയാണോ മെയിൻ ക്ലോത്ത് ചെയ്തത് അതുപോലെ തന്നെ സെയിം ലൈനിങ് 2 ക്ലോത്ത് കൊടുത്ത് ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് മെയിൻ ക്ലോത്തും ലൈനിങ് ക്ലോത്തും ഇതുപോലെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് രണ്ടും കൂടി ഇതുപോലെ നല്ല ഭാഗവും വരുന്ന രീതിയിൽ വെച്ച് കൊടുത്തിട്ട് ഇതിൻ്റെ ചുറ്റും നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മൾ ഈ ഒരു സെൻറ്റർ പോർഷൻ ജസ്റ്റ് ഒന്ന് വിട്ട് കൊടുക്കണം. അത് നമുക്ക് മറിച്ചിടാൻ വേണ്ടിയിട്ടാണ്. ആ ഭാഗം ഒഴികെ ബാക്കി എല്ലാ ഭാഗവും നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മളിതിൻ്റെ എല്ലാ ഭാഗത്തും നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ അടിഭാഗത്തൊരു ചെറിയ പോർഷൻ മാത്രം നമ്മൾ വിട്ടിട്ട് ബാക്കി എല്ലാ സൈഡിലും നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഈ ഒരു സൈഡിൽ നമുക്കിതിനെ ഒരു കർവും അല്ലെങ്കിൽ വി ഷേപ്പ്, അത് നിങ്ങളുടെ ഒരു ഐഡിയ അനുസരിച്ച് നമുക്ക് ചെയ്യാം. ഞാനൊരു യു ഷേപ്പിൽ നമുക്കവിടെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് സ്റ്റിച്ച് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾക്ക് അളവെടുത്തിട്ട് അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ചെയ്യാം. അപ്പോൾ നമ്മളിവിടെ ഒരു 3 സെൻറ്റിമീറ്റർ ഈ കോർണറിൽ നിന്നൊന്ന് 2 സൈഡിൽ നിന്ന് ഇങ്ങനെ ഇതുപോലെ അടയാളപ്പെടുത്തുക. എന്നിട്ട് നമ്മളൊരു ആർച്ച് പോലെ നമ്മളൊരു യു ഷേപ്പിൽ നമ്മളത് വരച്ചിട്ട് കട്ട് ചെയ്തിട്ട് അവിടെ ആ ഭാഗം കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അത് നമുക്ക് യുവിന് പകരം വി ആയാലും കുഴപ്പമില്ല, വി ഷേപ്പിലോ അല്ലെങ്കിൽ ഷേപ്പ് സെയിം, ഇപ്പോൾ ഇതേ സെയിം ഷേപ്പാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ അത് നിങ്ങളുടെ ഒരു ഐഡിയ പോലെ ചെയ്യാം. ഇനി അടയാളപ്പെടുത്തിയതിന് ശേഷം ആ ഭാഗം ഒന്ന് ആ യു ഷേപ്പിലൊന്ന് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ബാക്കി ഭാഗം നമ്മളൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മളൊന്ന് അതിന് ചുറ്റൊന്ന് ജസ്റ്റ് ഒരു വെട്ടിട്ട് കൊടുക്കുക. അതെന്താ വെച്ചാൽ മറിച്ചിടുമ്പോൾ അത് കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇതുപോലെ ഒന്നിങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക.
കണ്ടല്ലോ, ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് വെട്ടിട്ട് കൊടുക്കുക. അതുപോലെ തന്നെ നമ്മൾ ഇതിൻ്റെ ഈ കോർണർ ഉണ്ടല്ലോ, ഈ കോർണർ ഭാഗത്തും ജസ്റ്റ് ഒന്ന് വെട്ടിട്ട് കൊടുക്കണം. രണ്ട് സൈഡിലും ജസ്റ്റ് ഒന്ന് വെട്ടിട്ട് കൊടുക്കണം. ഇതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ മറിച്ചിടുമ്പോൾ അത് കറക്റ്റായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ 4 കോർണർ ഭാഗവും ജസ്റ്റ് ഒന്ന് ഇതുപോലെ കട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് മറിച്ചിടുമ്പോൾ നല്ല ഷേപ്പിൽ കിട്ടും. അതിന് വേണ്ടിയാണ്. പിന്നെ നമ്മളിവിടെ സെൻറ്റർ പോർഷൻ വിട്ടിട്ടുണ്ടായിരുന്നല്ലോ, അതിലൂടെ നമ്മളിത് സാവധാനം മറിച്ചിട്ട് കൊടുക്കുക. മറിച്ചിട്ടതിന് ശേഷം ഇതിൻ്റെ കോർണർ ഭാഗമൊക്കെ ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് നീറ്റാക്കി കൊടുക്കുക. അതിന് ശേഷം നമുക്കിതൊന്ന് അയൺ ചെയ്യാം. അയൺ ചെയ്താൽ നല്ല വൃത്തിയായിട്ട് അത് നിൽക്കുകയും ചെയ്യും. അയൺ ചെയ്തതിന് ശേഷം ഇതിന് ചുറ്റും നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇത് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഇതിൻ്റെ സെൻറ്റർ ഇതുപോലെ സെൻറ്റർ നമ്മളൊന്ന് മടക്കി കൊടുക്കാം. മടക്കി കൊടുത്തതിന് ശേഷം നമുക്കിതിൽ ഒരു മെഷർമെൻറ്റ് എടുക്കണം. ഒരു 11 സെൻറ്റിമീറ്റർ വെച്ചിട്ട് നമുക്കിവിടെ മെഷർമെൻറ്റ് എടുക്കണം. ഇനി നമുക്കൊരു 11 സെൻറ്റിമീറ്റർ ഇതുപോലെ ഒന്ന് അടയാളപ്പെടുത്താം. എന്നിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. അവിടെ നിന്ന് അതുപോലെ തന്നെ ആ മാർക്ക് ചെയ്ത് കൊടുത്തുനിന്നും ഒരു 11 സെൻറ്റിമീറ്റർ ഇതുപോലെ അടയാളപ്പെടുത്താം. എന്നിട്ട് ഒരു ലൈൻ വരച്ചു കൊടുക്കുക. അങ്ങനെ 2 ലൈൻ ഉണ്ടാവും. അപ്പോൾ ഈ 2 ലൈനിലൂടെ നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ ആ ലൈൻ ഇട്ട് കൊടുത്ത് 2 ഭാഗത്തും നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഈ വീഡിയോയിൽ കാണുന്നത് പോലെ നമ്മൾ ഇതിൻ്റെ ഉൾഭാഗം ഇതുപോലെ മടക്കിയിട്ട് കറക്റ്റായിട്ട് നമ്മളിതുപോലെ മടക്കി കൊടുക്കുക. മടക്കിയിട്ട് നമുക്ക് അയൺ ചെയ്യണമെങ്കിൽ അയൺ ചെയ്യാം. അയൺ ചെയ്തത് നീറ്റായിട്ട് നിൽക്കും. പിന്നെ ക്യാൻവാസ് ഒട്ടിച്ചിട്ടുള്ളത് കൊണ്ട് അത് കറക്റ്റായിട്ട് നിൽക്കുന്നുണ്ട്. കണ്ടല്ലോ, അപ്പോൾ നല്ല തിക്കായിട്ട് നല്ല കട്ടിയായിട്ട് അത് നിൽക്കുന്നുണ്ട്. അപ്പോൾ നോക്കിയാൽ ഇവിടെ നമുക്ക് ഇതുപോലെ 2 കള്ളികളായിട്ട് വരും. അപ്പോൾ ഒന്നിൽ നമുക്ക് മൊബൈൽ ഇട്ടേക്കാം, ഒന്നിൽ നമുക്ക് പേഴ്സും പൈസ ഒക്കെ ഇട്ടേക്കാൻ പറ്റും. കേട്ടോ, ഇതുപോലെ എന്നിട്ട് 2ആക്കി മടക്കിയിട്ട് നമുക്കവിടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ സ്റ്റിച്ച് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ഹാൻഡിലൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. ഹാൻഡിൽ നമുക്ക് ഏത് ഹാൻഡിൽ വേണമെങ്കിലും നിങ്ങൾക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ തുണി കൊണ്ട് തന്നെ നമുക്കൊരു വള്ളി പോലെ ഉണ്ടാക്കിയിട്ട് ചെയ്യാം. അല്ലെങ്കിൽ ലേസുകൾ കിട്ടും. ഇപ്പോൾ ലേസ് വെച്ചിട്ട് അത് ചെയ്യാം. അല്ലെങ്കിൽ ബാഗിൻ്റെ തന്നെ ഹാൻഡിലുകൾ വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ അതും അറ്റാച്ച് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ഒരു ലേസ് ഉണ്ട്. ലേസ് വെച്ചിട്ടാണ് ഞാനിവിടെ അറ്റാച്ച് ചെയ്യുന്നത്. അപ്പോൾ അത് എങ്ങനെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നുള്ളത് കാണിച്ചു തരാം. ഇനി ഹാൻഡിൽ അറ്റാച്ച് ചെയ്യാനായിട്ട് നമ്മൾ സെൻറ്റർ മടക്കുന്നതിന് മുമ്പ് നമ്മൾ ഈ ഒരു പോർഷൻ ഉണ്ടല്ലോ, ഈ പോർഷനിൽ 2 സൈഡിലായിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ 2 ഹാൻഡിലുകൾ നമ്മൾ അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അറ്റാച്ച് ചെയ്തതിന് ശേഷം നമ്മളിതിനെ ഇതുപോലെ സെൻറ്റർ മടക്കുക. മടക്കിയതിന് ശേഷം നമ്മൾ ഇനി 2 സൈഡ് സ്റ്റിച്ച് ചെയ്യണം. 2 സൈഡ് എന്ന് പറയുമ്പോൾ ഈ അടിയിലത്തെ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, ആ 2 സൈഡ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മളിതാ ഇവിടെ 2 സൈഡും നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കണ്ടല്ലോ, ഇതുപോലെ 2 ഭാഗവും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ വരും. ഇനി നമുക്ക് ഇതുപോലെ നമ്മുടെ മൊബൈലും പൈസയും കാര്യങ്ങളൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിൽ ബട്ടൺസ് ആഡ് ചെയ്യാം. പിന്നെ നമുക്ക് നമ്മുടെ ഐഡിയ അനുസരിച്ച് നമുക്കിതിനെ ഒന്നും കൂടി ഡെക്കറേറ്റ് ചെയ്യണമെങ്കിൽ ഡെക്കറേറ്റ് ഒക്കെ ചെയ്യാം. അപ്പോൾ ഞാനിവിടെ മിററും അതുപോലെ കുറച്ച് ബീഡ്സൊക്കെ ഞാൻ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു ബട്ടൺസും അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാവുന്നതാണ്. ഈസിയാണ് ചെയ്യാനായിട്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് ഇതിൻ്റെ ഫോട്ടോസൊക്കെ എനിക്ക് അയച്ചു തരാം. ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും എനിക്ക് ക്രാഫ്റ്റ് വണ്ടേഴ്സ് ലിജി എന്ന് പറഞ്ഞിട്ട് തന്നെ പേജുണ്ട്. അതിലേക്ക് നിങ്ങൾക്ക് ഇതിൻ്റെ ഫോട്ടോസൊക്കെ അയച്ചു തരാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുപോലുള്ള ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് വീഡിയോസുമായി ഇനിയും കാണാം. ബൈ ബൈ.